കെന്നഡി കെന്നഡി കരിമ്പിൻകാല അങ്ങ് ഈ ദൃശ്യങ്ങൾ കാണണം. എന്താണ് ഈ കന്യാസ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയണം. ഈ സഭയിലും ഈ വിശ്വാസത്തിലും താങ്കൾ പെട്ടുവെന്നതിൽ താങ്കൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. പക്ഷേ താങ്കളോ ഒരുപക്ഷെ മറ്റു ചില ആളുകളോ സഭയിൽ എടുത്തിരിക്കുന്ന നിലപാട് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിലേക്ക് പരോക്ഷമായിട്ടുള്ളൊരു കാരണമായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കന്യാസ്ത്രീകളെ പുറത്തുവിടാൻ കഴിയാത്ത അവസ്ഥയിലിരിക്കുകയാണ്. 8 ദിവസമായി കൊടും കുറ്റവാളികൾക്കൊപ്പം 53 പേർക്കൊപ്പം ദുർഗിലെ ജയിലിൽ കഴിയുകയാണ് നമ്മുടെ 60 വയസ്സ് പിന്നിട്ട പ്രീതി സിസ്റ്ററും വന്ദന സിസ്റ്ററും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിൽ കാണുന്നത്. കെന്നഡി കരിമ്പിൻകാല, എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്? സഭയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത് പോലെ, പുരോഹിതരൊക്കെ പറയുന്നത് പോലെ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണോ നമുക്ക്? കെന്നഡി കരിമ്പിൻകാല. അരുൺകുമാർ, ഞാൻ സഭയുമായി വളരെ കുഞ്ഞുനാൾ മുതൽ അടുത്ത് പ്രവർത്തിച്ചു വരുന്നതാണ്, പ്രത്യേകിച്ച് കന്യാസ്ത്രീകളുമായി. കാരണം കുഞ്ഞുനാളിലൊക്കെ ഈ ഓൾട്ടർ ബോയ് എന്ന് പറയും, അൾത്താര ബാലൻ, ഈ പുരോഹിതരെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന വളരെ കുഞ്ഞു പ്രായത്തിൽ, ഏതാണ്ട് 8 വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതൽ ഞാനാണ് കന്യാസ്ത്രീകളെ രാവിലെ കോൺവെൻറ്റിൽ ചെന്ന് 4:30 വിളിച്ചെഴുതേപ്പിക്കുന്നത്. അത്രയും അടുപ്പമുള്ളൂ. അതുകൊണ്ട് എനിക്ക് വളരെ ആത്മബന്ധം ഈ കന്യാസ്ത്രീ മഠവും ആ കന്യാസ്ത്രീ വൃത്തിയുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ എല്ലാ രീതികളും നന്നായി അറിയാം. അരുൺ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, ആ വൺ ഓഫ് ദ ഹൂളിഗാൻസ്, അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളിൽ ഒരു സ്ത്രീ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ഇടിക്കുമെന്ന് പറയുമ്പം നമ്മളെ ആ കന്യാസ്ത്രീയുടെ മുഖം നമുക്കൊരു വശത്തൂടെ കാണാം, അക്ഷോഭ്യായി. എന്ത് അതെ ആ സ്ത്രീ അങ്ങനെ ചെയ്യുമ്പോൾ ആ കന്യാസ്ത്രീയുടെ മുഖം ശ്രദ്ധിച്ചോ, എന്ത് ആത്മവിശ്വാസത്തോടെയാണ് കൂളായിട്ടിരുന്ന് ഫേസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവരൊക്കെ അത്തരത്തിലുള്ള ഒരു എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും ഇതിനേക്കാളൊക്കെ അപ്പുറത്തിലൂടെ കടന്നു വന്നവരാണ്. അവർക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്തു, ഒരാഴ്ച ജയിലിൽ കിടന്നു, അവരോട് നെഞ്ചത്തടിച്ച് നിലവിളിക്കൊന്നും കരുതണ്ട. അവരത് ഭാഗ്യമായി കരുതും എന്ന് ഞാൻ കരുതട്ടെ. അങ്ങനെ കരുതുന്നതാണ് ഇത് ശരി. കാരണം അവർ സമർപ്പണത്തിന് ഇറങ്ങിയതാണ്. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. ഞാൻ 1-2 വിഷയങ്ങളൊന്ന് അവതരിപ്പിച്ചോട്ടെ അരുണെ. ഇപ്പോൾ ഇവിടുന്ന് ഇത്തരം ഒരു വിഷയമുണ്ടായി. നമുക്ക് ഇത്തരം ഒരു വലിയ ഒരു ജഗപൊകയൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതിൻ്റെ പ്രധാന കാരണം 2 കന്യാസ്ത്രീകൾ അകത്തു പോയതൊന്നും അല്ല എന്നുള്ളത് സത്യസന്ധമായി സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. 2 കന്യാസ്ത്രീകൾ അകത്തു പോയാൽ ഇവിടെ ഞെട്ടുക നെഞ്ചത്തടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് വെറുതെ അഭിനയമാണ്. ഇതൊന്നുമല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു പൊളിറ്റിക്സ്. ഇതെല്ലാം പൊളിറ്റിക്സാണ്. രാഷ്ട്രീയമായി ബന്ധപ്പെട്ടാണ് ഈ നിലവിളിയും നെഞ്ചത്തടിയും ഒക്കെ. ഇവിടുന്ന് കോൺഗ്രസ്സുകാർ കെട്ടിയെടുത്ത് ഛത്തീസ്ഗഡിലോട്ട് പോയല്ലോ. അവിടുത്തെ കോൺഗ്രസിനെ കൊണ്ട് ഒന്ന് എതിരൊരു പ്രസ്താവന ഇറക്കിക്കാൻ നമുക്ക് കഴിഞ്ഞോ? കോൺഗ്രസ്സുകാർ ഇവിടുന്ന് കെട്ടിയെടുത്ത് പോയത് എന്തിനാ? അവിടുത്തെ, ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയോ, അവിടുത്തെ കോൺഗ്രസിൻ്റെ അവിടുത്തെ PCC പ്രസിഡന്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. നിർബന്ധ മതപരിവർത്തനങ്ങൾ ഇവിടെ ഉണ്ടെന്നും അത് തടയാനാണ് കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ മതപരിവർത്തനം നിയമം ഇവിടെ കൊണ്ടുവന്നെന്നും PCC പ്രസിഡന്റ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനായി കോൺഗ്രസ് സർക്കാർ ഇങ്ങനെ പറയുന്നത്? ഒരു ആദിവാസികൾ, ഇന്ത്യയിലെ ഏറ്റവും ഹൈലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇത്തരം ഒരു കേസ് വന്നാൽ അതിൻ്റെ സ്വാഭാവിക നടപടിക്രമത്തിലോട്ട് പോകുന്നു. അതവർ സർക്കാരുകൾ അവിടെ നിലവിലുള്ള നിയമം അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണു. എത്രയും പെട്ടെന്ന് ഇറങ്ങി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവരുടെ എല്ലാം ഇതിനകത്ത് ബന്ധപ്പെടുന്നതും സ്റ്റേറ്റ്മെൻറ്റുകളും ഒന്നും ആത്മാർത്ഥതയോടെ കാണാൻ കഴിയില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ BJPയെയും തള്ളുകയാണ്. കാരണം കേരളത്തിലെ സ്ഥിതി ഒന്ന് നോക്കൂ. സംഘപരിവാറിലെ സംഘടനകൾ, പ്രധാനപ്പെട്ട സംഘടനകളിലെ ചില നേതാക്കളുടെ സ്റ്റേറ്റ്മെന്റുകൾ ഇന്നലെയും ഇന്നുമായിട്ട് വന്നിട്ടുണ്ട്. കന്യാസ്ത്രീകളും മാവോയിസ്റ്റുകളുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് ഒരു നേതാവ് പറയുമ്പോൾ വേറൊരു നേതാവ് സഭയിലെ പിതാവിന്റെ പേരെടുത്ത് പറയുന്നു, ബിഷപ്പ് പാംബ്ലാനി ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. വേറൊരാൾ പറയുന്നു കന്യാസ്ത്രീകൾക്കും പുരോഹിതർക്കും പണ്ടുകാലം മുതലേ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാ പണി. ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റുകളുമായി സംഘപരിവാറിലെ BJP ഇതര സംഘടനകളുടെ നേതാക്കൾ രംഗത്ത് വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. BJPക്ക് ഇന്ന് പുതിയൊരു ടീം നിലവിൽ വന്ന സമയമാണ്. ഡോക്ടർ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ ടീമിനെ പ്രഖ്യാപിച്ചതിൽ ഒരു മാറ്റം അരുണും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അനൂപ് ആന്റണി ജനറൽ സെക്രട്ടറിയും ചാക്കോച്ചൻ ഷോൺ ജോർജ് വൈസ് പ്രസിഡന്റുമാണ്. നിലവിലുണ്ടായിരുന്ന ഒരു ഘടനയ്ക്ക് വലിയ മാറ്റത്തോടു കൂടിയാണ് BJPയുടെ നേതൃത്വം നിലവിൽ വന്നിരിക്കുന്നത്. അത് മുന്നോട്ട് പോകാൻ ഇവിടെ ആരൊക്കെയോ ഇഷ്ടപ്പെടുന്നില്ല. അതിനെ ചൂട്ടുപിടിക്കാൻ ഈ ചില സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നു. ശരി, ചോദ്യം, താങ്കളടക്കം സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകൾ ഈ കന്യാസ്ത്രീകളെ ജയിലഴിക്കുള്ളിലാക്കാൻ പരോക്ഷമായിട്ട് കാരണമായിട്ടുണ്ടോ? ഈ കാര്യത്തിൽ ചില മനുഷ്യർക്കെങ്കിലും
ഇവരൊക്കെ മതപരിവർത്തനം ചെയ്യുന്നവരാണ് എന്ന വ്യാഖ്യാനം വിശ്വസിക്കത്തക്ക രീതിയിലേക്ക് കൊണ്ടുപോകാൻ BJPക്ക് ഒരു സ്പേസ് കൊടുത്തത് താങ്കളടക്കമുള്ളവരുടെ നിലപാടുകളാണോ? അതിൽ താങ്കൾക്കൊരു കുറ്റബോധമുണ്ടോ ശ്രീ കെന്നഡി കരിമ്പിൻകാല? ഞാനിപ്പോൾ താങ്കളോട് പറഞ്ഞല്ലോ, ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഛത്തീസ്ഗഡിലെ PCC പ്രസിഡന്റ് പറയുന്നു, എൻഡോസ് ചെയ്യുന്നു. അതിനെ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ നിഷേധിക്കുന്നുണ്ടോ? അദ്ദേഹം അവിടെ നിന്ന് അവിടുത്തെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് കാണാത്ത ശരിയാണ്, ഒരു സംശയമില്ല. അത് അങ്ങ് പറയുന്നത് 100% ശരിയാണ്. അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നത് പോലും 7-ാം നാളിലാണ്. ഭൂപേഷ് ബാഗൽ ജയിലിൽ പോയിട്ട് പോലും കന്യാസ്ത്രീകളെ കണ്ടിട്ടില്ല. അതും ശരിയാണ്. എന്റെ ചോദ്യം അങ്ങയോടാണ്. കാസയാണെങ്കിലും ശരി, ക്രിസ്ത്യൻ കൗൺസിൽ ആണെങ്കിലും എടുത്ത നിലപാടുകൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കന്യാസ്ത്രീകൾക്കെതിരെ ഇപ്പോൾ നിലപാടെടുക്കുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കാനിടയാവുന്ന തരത്തിലേക്കുള്ള പ്രചരണം സംഘപരിവാർ നടത്തുന്നതിന് കാരണമായിട്ടുണ്ടോ? അതിലൊരു കുറ്റബോധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ തിരിച്ചറിയാൻ വൈകുമോ കേക്കുമായി എത്തിയവരെ? ഇല്ല, അതിനകത്ത് വലിയ അടിസ്ഥാനമില്ല അരുണെ. കാര്യം കന്യാസ്ത്രീകളും ഈ പറയുന്നവരും ഒക്കെ ഇന്നും ഇന്നലെ അല്ലല്ലോ ഈ പറയുന്ന ഏരിയകളിലൊക്കെ പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ സമ്മതിക്കാതിരിക്കുന്നില്ല. കാരണം സത്യസന്ധമായി സംസാരിക്കണം. ഈ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഒരു ഒരു റിസൾട്ട് എന്നുള്ള നിലയിൽ അവിടെ ചിലരെങ്കിലും കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ നോക്കിക്കോളൂ. നാഗാലാൻഡ്, സിക്കിം, മണിപ്പൂർ, ആ ബെൽറ്റ് മുഴുവൻ അവിടെ ശ്രദ്ധിച്ചോളൂ. 80%, 90% ക്രിസ്ത്യൻ ഡോമിനേഷൻ വന്നു കഴിഞ്ഞു. കൺവേർഷൻ നടന്നു കഴിഞ്ഞു. അത് കാണുന്ന ഈ പറയുന്ന ഈ എക്സ്ട്രീമിസ്റ്റുകൾക്ക് എന്താണ് അവർ മനസ്സിലാക്കുന്നത്? ഇപ്പോഴും 2.24% ക്രിസ്ത്യൻ പോപ്പുലേഷൻ. ഇപ്പോൾ അത് 2.3% ആയിട്ടുള്ളൂ. 90% ഒക്കെ മതപരിവർത്തനം നടന്നിരുന്നെങ്കിൽ ഈ ജനസംഖ്യ കൂടണ്ടേ? അത് ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞത്. അപ്പോ എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റൊരു ന്യൂനപക്ഷം കൂടി, പ്രധാന ന്യൂനപക്ഷം കൂടി ഇന്ത്യയിലുണ്ട്. അവരെവിടെ നിൽക്കുന്നു എന്നും കൂടി നോക്കുക. ഞാൻ പേര് പറയുന്നില്ല, രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ വലിയ വ്യാപകമായ മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ പോപ്പുലേഷൻ ഇങ്ങനെ അല്ലല്ലോ ഉണ്ടാവേണ്ടത്. തീർച്ചയായും ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നത്. ഒരിക്കലും അങ്ങനെയല്ല വരേണ്ടത്. പക്ഷേ ആ ഒരു ഏരിയയിൽ കൺവേർഷൻ നടന്നിട്ടുണ്ട് എന്ന സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് തന്നെ നമുക്ക് കാണാവുന്നതാണ്. കാരണം പഴയ കാലം മുതൽ, ഒരു ഏൻഷ്യൻ ടൈം മുതൽ അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷം. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ സിസ്റ്റമാറ്റിക് മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ? മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെന്നും അവിടെ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തിയിട്ടുണ്ടെന്നും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രീതി സിസ്റ്റം, വന്ദന സിസ്റ്റം മതപരിവർത്തനം നടത്തി എന്നല്ല അതിന് പറയുക. ഞാൻ അരുണ, ഞാനൊരു കാര്യം പറയാം. അരുണിന് എന്നെയോ മറ്റാരെയോ സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്താം. ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അതാണ്. ലോകത്തെ സ്നേഹത്തിലൂടെ അടുപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്നേഹം പ്രസരിപ്പിച്ചാൽ ആരെങ്കിലും സ്വയം ആ സ്നേഹത്തിന് വഴങ്ങുന്നെങ്കിൽ അത് മതപരിവർത്തനം എന്ന് പറയാൻ കഴിയില്ല. കാരണം അതായത് BJP പറയുന്നത് തെറ്റാണ്, പറയാൻ കഴിയില്ല. BJP മുഖ്യമന്ത്രി പറയുന്നത് തെറ്റാണെന്നാണ് താങ്കൾ പറയുന്നത്. ഒരു സംശയം വേണ്ട. ആ BJPക്ക് വേണ്ടി താങ്കളോ താങ്കളുടെ കൂടെയുള്ളവരോ നിലപാടെടുത്തതിൽ കുറ്റബോധമുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം. അത്തരത്തിലുള്ള ഒരു മീനിങ് അല്ല അതിന് കൊടുക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റ് ചെയ്തിട്ടേ ഇല്ല. അവർ സ്നേഹം പ്രസരിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ സ്നേഹത്തിന്റെ മുന്നിൽ ആരെങ്കിലും കീഴടങ്ങുന്നെങ്കിൽ അതൊരു തെറ്റേ അല്ല. ഇന്ത്യയിലെ നിലവിലുള്ള ഒരു നിയമത്തിലും ആ തെറ്റുകാരായിട്ട് അവരെ കണക്കാക്കാനും കഴിയില്ല. അരുണെ, ഇപ്പൊ നിലവിൽ ഈ ഛത്തീസ്ഗഡിലെ പ്രശ്നങ്ങൾ നിങ്ങളടക്കമുള്ള ആളുകൾക്ക് ഏറെക്കുറെ പൂർത്തീകരിച്ചുകൊണ്ടിരുന്നൊരു മിഷനെ അത് തളർത്തിയെന്ന് തോന്നുന്നുണ്ടോ? ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങൾക്കിടയിൽ BJP പ്രവർത്തകർക്ക് കുറച്ചൊക്കെ ഇടം കിട്ടി വരികയായിരുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിലുള്ള ഈ പ്രശ്നങ്ങൾ ഈ നീക്കത്തിനു തടസ്സമായിട്ടുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറച്ചു വെക്കാതെ മറുപടി പറഞ്ഞാൽ എനിക്ക് ശീലം. ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലെ മൊത്തം ക്രൈസ്തവരെന്ന് പറയാൻ കഴിയില്ലെങ്കിലും കത്തോലിക്കരുടെ ഇടയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭാ അംഗങ്ങൾക്കിടയിൽ വ്യാപകമായി തന്നെ ഒരു ട്രെൻഡ് രൂപപ്പെട്ട് വന്നിരുന്നു. BJPക്ക് അനുകൂലമായി, ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ തുടർച്ചയായുള്ള ഇത്തരം പെർസിക്യൂഷൻ, ഇത്തരം ചില നടപടികൾ വേദനിപ്പിക്കുന്നതോടൊപ്പം ഈ കേരളത്തിലെ സംഘപരിവാറിന്റെ സംഘടനാ നേതൃത്വത്തിന് ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദളിന്റെ ഭാഷയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അപകടത്തിൽ പോലും, അബദ്ധത്തിൽ പോലും ഒരു ക്രൈസ്തവന്റെ വോട്ട് താമരയ്ക്ക് വീഴരുത്
എന്നല്ലേ അവരുടെ ലക്ഷ്യം? BJP-യുടെ നേതൃത്വം അവരുടെ ഭാഷ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ തള്ളി പറയുന്നില്ല? അരുൺ നിങ്ങൾ പിതാക്കന്മാരെ കാണുന്നതിന് മുമ്പ് ഇവരെ തള്ളി പറയൂ. അതാണ് ആ ശബ്ദമാണ് നമ്മൾ ഇത്തരം കേട്ടത്. നടപടികൾക്ക് മുഹമ്മദ് ഷാ ഉണ്ടാവണം. മുഹമ്മദ് ഷാ 30 സെക്കൻഡ്സ് എനിക്ക് ഞങ്ങൾ ഇടവേള വേണം. കുറിപ്പെട്ടു. ശരി കെനഡി കരിമ്പിൻകാല വ്യക്തമാണ്, താങ്കളുടെ നിലപാട് വ്യക്തമാണ്.